ആദരണീയരും പ്രിയപ്പെട്ടവരുമായ ഏവർക്കും സ്നേഹാശംസകൾ ആദ്യമേ തന്നെ അറിയിക്കുന്നു. തുരുത്തിക്കാട് ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജിന്റെ ഷഷ്ഠബ്ദി പൂർത്തിയാണ് ഈ വർഷം. അതായത് 60 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ, ഈ ഡയമണ്ട് ജൂബിലി ഇയറിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ജൂലൈ മാസം 15-ാം തീയതി നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ അസുലഭമായിട്ടുള്ള അവസരത്തിൽ അതിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്രകാരം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ എല്ലാ ആശംസകളും അറിയിക്കുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. 60 വർഷം ഒരു കലാലയം അനേക തലമുറകളെ കൂട്ടിയിണക്കുന്ന ഒരു സ്നേഹസംഗമം. 60 വർഷം എത്രയോ പേർ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെയും ചെയ്യുന്നു. ആ ഒരു വലിയ സ്നേഹ കൂട്ടായ്മ നേരിട്ട് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ആഗോള പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എന്തുകൊണ്ടും നമ്മെ സംബന്ധിച്ച് എല്ലാവരെയും കൊണ്ടും സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. BAM കോളേജ് തുരുത്തിക്കാട് നമ്മുടെ എല്ലാം ഓർമ്മയിൽ പച്ചപിടിച്ച അനുഭവങ്ങളാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ 1987-89 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം തേർഡ് ഗ്രൂപ്പ് ഹിന്ദി ബാച്ചിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. കേവലം 2 വർഷമേ അവിടെയുള്ള വിദ്യാഭ്യാസം നിറവേറ്റുവാനായിട്ട് സാധിച്ചുള്ളൂവെങ്കിൽ കൂടെ ഇത്രയും ഹൃദ്യമായ ഓർമ്മകളാണ് മനസ്സിലിപ്പോഴും സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അനേകർക്ക് അപ്രകാരമൊരു ഹൃദ്യമായ ഓർമ്മയുടെ അനുഭവമായി ഈ BAM കോളേജ് ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രതിഭാധനരായ അനേകരെ വളർത്തിയെടുത്തതായ ഒരു മാതൃ കലാലയം, അവിടെ പഠിപ്പിച്ചതായിട്ടുള്ള അധ്യാപകരെ പലരെയും ഓർമ്മയിലുണ്ട്. അവരുമായിട്ട് പലപ്പോഴും കണ്ടുമുട്ടുന്നതിനൊക്കെ സാധിക്കാറുണ്ട്. എന്നാൽ കൂടെ പഠിച്ച സതീർത്ഥരെ പലരെയും പിന്നീട് കോണ്ടാക്റ്റിൽ വയ്ക്കുവാൻ സാധിക്കാതെ ഇരുന്നതുകൊണ്ട് പലരെയും ഓർമ്മ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു അപൂർവമായ ഈ സ്നേഹസംഗമം, ഒരു വിദ്യാർത്ഥി സമ്മേളനം നമുക്കെല്ലാവർക്കും അപ്രകാരമുള്ള ഒരു നവ്യ അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കുറഞ്ഞു വരുന്ന ഈ നാടുകളിൽ BAM കോളേജ് തുരുത്തിക്കാട് വിസ്മൃതിയിൽ ആണ്ടുപോകാതെ പച്ചയായ ഓർമ്മയായി നമ്മുടെ മനസ്സുകളിലും അനേക ആളുകൾക്ക് തുടർന്നുള്ള അനുഭവങ്ങളിലും നിലനിൽപ്പാനായിട്ട് സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന ആശംസയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നമസ്കാരം, ഞാൻ എബിയാനിക്കാട്. ജൂലൈ 15-ാം തീയതി നടക്കുന്ന BAM കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ആഗോള സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതിനായി യത്നിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കുന്നു. എൻ്റെ അധ്യാപകരായിരുന്ന, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായിരുന്ന എല്ലാ ഗുരുശ്രേഷ്ഠരെയും ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. കാലയവനിക്കുള്ളിൽ മറഞ്ഞ അധ്യാപക ശ്രേഷ്ഠർക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ എല്ലാ ഗുരുഭൂതന്മാർക്കും മനസ്സുകൊണ്ട് ആദരവർപ്പിക്കുന്നു. ഈ ഗ്ലോബൽ മീറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Hello, I am PC Matthew. We are living in Dallas with my wife and 3 children. All the children are grown up. I have studied in BAM College, Turutikad, 1978 through 1983. 78 through 80, I was in pre-degree for commerce batch, and 80 to 83 for BCom. And I left for Bombay for a while, and then left for Bahrain. I lived in Bahrain 20 years, and all my kids grown up in born and brought up from Bahrain, and actually brought up from Dallas later. Then we are in Dallas. I'm involved in politics even now in Dallas. I was elected 3 times as a councillor from BAM College to University Union, and again elected as an executive member of Kerala University Union, and I was a Senate member of Gandhi University when I was nominated by the minister at that time.
So my passion I'm continuing here. I was running for Garland Mayor here. Out of 6 candidates, I came as a third candidate. I love my community. I love to serve my community and keeping my passion which I built from BM College Turtikad. So I'm really glad to hear that you are all gathering today, and I appreciate the leaders of the alumni and our teachers who are supporting my all the best and all my support for alumni. I still remember my friends and teachers, N.V. Jacob sir and other teachers, lot of teachers to be remembered, and my friends like Pandalam Varghese and Joska Joy, Sadia Panikkar, Narayan Thomas, Thomas Abraham, Philip Chamatula, many friends were there. And also I have a good memory about Abdul Salam. He was my opposite candidate for chairman, College Union chairman. I lost for 14 votes, but still good memory about Abdul Salam, and he's no more. My prayers and condolence for the family, and I wish all the best for the Alumni Association of BM College and all my support. Thank you and God bless you all. PC Matthew. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് സക്കറിയ തോമസ്. 1977-79 കാലഘട്ടത്തിൽ അവിടെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് വിദ്യാർത്ഥിയായി പഠിക്കുവാൻ എനിക്കിടയായി. കഴിഞ്ഞ 36 വർഷമായി ഷാർജയിൽ ജോലിയുള്ള ബന്ധത്തിൽ കുടുംബമായി താമസിക്കുന്നു. BIM കോളേജിനോട് വളരെ അടുത്ത് താമസിച്ചിരുന്ന ഞാൻ ആ കോളേജിൻ്റെ പ്രാരംഭ സമയം മുതലുള്ള അതിൻ്റെ വളർച്ചയും ഉയർച്ചയും ഒക്കെ നേരിൽ കാണുവാൻ ഇടയായവരിൽ ഒരാളാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ ഏതാണ്ട് അതിർത്തി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കോളേജ് എന്നും സാധാരണക്കാരായിരുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് കോളേജ് വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിനുള്ള ഏക ഇടമായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് കടത്തുവള്ളം കയറിയും ദീർഘദൂരം കാൽനടയായി യാത്ര ചെയ്ത് ഇവിടെ വന്ന് പഠിച്ചിരുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ അനുഗ്രഹീതമായ നിലകളിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നത് ഈ ദിവസങ്ങളിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. കലാലയ ജീവിതം നമുക്ക് നൽകിയ നല്ല ഓർമ്മകളും നല്ല ബന്ധങ്ങളും ഒന്നുകൂടെ ഓർത്തെടുക്കുവാനും പുതുക്കുവാനും ഈ സംഘടന രൂപീകൃതമായതോടെ ഇടയായതിലേറെ സന്തോഷമുണ്ട്. തീർച്ചയായും തുരുത്തിക്കാട് നിവാസിയും ഈ കോളേജിലെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥിയും എന്ന നിലയിൽ ഈ വജ്ര ജൂബിലി ആഘോഷങ്ങളും തുടർ പരിപാടികളും നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. എൻ്റെ പേര് ബിനു ജേക്കബ്. ഞാൻ തുരുത്തിക്കാട് സ്വദേശിയാണ്. 1986-88 കാലഘട്ടത്തിൽ ഞാൻ BM കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 89-92 സമയത്ത് BA ഇക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ കുടുംബസമേതം ഞങ്ങൾ അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ താമസിക്കുകയാണ്. നമ്മുടെ BM കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ആഗോള പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്, അതായത് ജൂലൈ മാസം 15-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിന്, സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. പ്രിയപ്പെട്ട BM കോളേജ് അലുമിനി സുഹൃത്തുക്കളെ, എൻ്റെ പേര് പോൾസൺ മാത്യു മനപ്പുറത്ത്, സ്വദേശം പെരുമ്പട്ടി. ഞാൻ 1982-84 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് മലയാളം ഡിവിഷനിലാണ് പഠിച്ചിരുന്നത്. ഈ കഴിഞ്ഞ 30 വർഷമായി ദുബൈയിൽ കുടുംബസമേതം താമസിക്കുന്നു. അതുപോലെ ദുബൈയിലെ BM കോളേജ് അലുമിനി ചാപ്റ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിനോടനുബന്ധിച്ച് ഒരു ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി നടത്തുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതിൽ വന്ന് പങ്കുചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ സാധിക്കുന്നില്ല. എന്നാലും ഈ ഒരു സംഗമത്തിന് എൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ ദുബൈ BM കോളേജ് അലുമിനി ചാപ്റ്ററിൻ്റെയും എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളുന്നു.
ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സജി തോമസ്. ഞാൻ തുരുത്തിക്കാട് BIM കോളേജിൽ 83-85 ഫസ്റ്റ് ഗ്രൂപ്പ് ബാച്ചിലാണ് പഠിച്ചത്. എൻ്റെ സ്വദേശം തുരുത്തിക്കാട് തന്നെയാണ്. കോളേജിൻ്റെ തൊട്ടടുത്താണ്. മരുതകുന്നേൽ എന്നാണ് വീട്ടുപേര്. ഞാനിപ്പോൾ ന്യൂയോർക്കിൽ ലോങ് ഐലൻഡിൽ കുടുംബസമേതം താമസിച്ചു പോരുന്നു. ഈ ഗ്ലോബൽ അലൂമിനി ഉദ്ഘാടനം നടത്തപ്പെടുമ്പോൾ അതിന് പങ്കെടുക്കുവാൻ അതിയായ ആഗ്രഹം ഉണ്ട്. പക്ഷേ അതിന് സാഹചര്യം കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ നന്മകളും നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ഗ്ലോബൽ മീറ്റിന് ഉള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിലിപ്പ് ചാമത്തിൽ. 79-81 സമയത്ത് സെക്കൻഡ് ഗ്രൂപ്പ് മലയാളമാണ് പഠിച്ചത്. ചെങ്ങന്നൂരാണ് സ്വദേശം. കഴിഞ്ഞ 40 വർഷത്തോളമായി അമേരിക്കയിൽ ഡാളസിലാണ് കുടുംബസമേതം താമസിക്കുന്നത്. ഇവിടെ ഒരു ഹെൽത്ത് കെയർ ബിസിനസ് ചെയ്യുന്നു. ഡാളസിലെ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായും അമേരിക്കയിലും കാനഡയിലുമായി 90-ലധികം മലയാളി അസോസിയേഷനുകളുടെ ഫെഡറേഷനായ ഫോമയുടെ ദേശീയ പ്രസിഡന്റായി 2018-20 കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു. പ്രളയമുണ്ടായ സമയത്ത് 40 വീടുകളാണ് ഫോമ നിർമ്മിച്ചു നൽകിയത്. അതിൽ 36 വീടുകളും തിരുവല്ല കടപ്പറയാണ്. അമേരിക്കയിൽ നിന്നൊരു മെഡിക്കൽ ടീമിനെ കേരളത്തിൽ എത്തിച്ച് നിരവധി ജില്ലകളിലായി 20ഓളം മെഡിക്കൽ ക്യാമ്പുകളും കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ 30 ജനറൽ സർജറി നിർത്തരായ ആളുകൾക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫോമ കുട്ടികൾക്ക് വേണ്ടി ഒരു വാർഡ് തന്നെ നിർമ്മിച്ചു നൽകി. കോവിഡ് സമയത്ത് വിവിധ കൗൺസിലേറ്റുമായി സഹകരിച്ചുകൊണ്ട് നിരവധി ആളുകളെ നാട്ടിൽ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. നിരവധി ഹോസ്പിറ്റലുകൾക്ക് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ഫോമ നൽകുകയുണ്ടായി. അങ്ങനെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലെല്ലാം സമഗ്രമായ സംഭാവനയാണ് ഫോമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോമയുടെ ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റിയുമായുള്ള പാർട്ണർഷിപ്പിൽ 15% ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത്. അമേരിക്കൻ മലയാളികൾ ഏകദേശം 50 കോടി രൂപയിലധികം ആ സംരംഭത്തിലൂടെ സേവ് ചെയ്തു. 58 നിർദ്ധരായ നേഴ്സിംഗ് സ്റ്റുഡൻസിന് 50,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകി. ഏകദേശം 25 ലക്ഷം രൂപയിലധികം നിർദ്ധരായ ആളുകൾക്ക് തൊഴിലവസര പദ്ധതിക്കായി വിനിയോഗിച്ചു. ഫോമയുടെ അംഗസംഘടനകൾ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയത്. തുരുത്തിക്കാട് BIM കോളേജിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അഭിമാനമുണ്ട്. കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കും അലുമിനിയയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട BIM കോളേജിലെ വന്ദ്യരായ ഗുരുനാഥന്മാരെ, എൻ്റെ സഹപാഠികളായിരുന്നവരെ, സ്നേഹിതരെ, എൻ്റെ പേര് എബി ഈപ്പൻ. ഞാൻ തുരുത്തിക്കാട് BIM കോളേജിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തീകരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് ഒരു അഭിമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഞാൻ കുവൈറ്റിലായിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്ലോബൽ അലൂമിനി മീറ്റ് നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. നമ്മുടെ കോളേജിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. BIM കോളേജ് തുരുത്തിക്കാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്.
പ്രത്യേകിച്ച് അവിടെ പഠിച്ച സ്റ്റുഡൻസിന്റെ അവരുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ ഭാഗമാണ് BAM കോളേജ് എന്നും. എന്റെ പേര് ജിജു ഫിലിപ്പ് സൈമൺ, തൃത്തിക്കാട്ട് നിവാസിയാണ്. 1992-94 ബാച്ചിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിച്ച സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ UK-യിലെ മാഞ്ചസ്റ്ററിൽ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ലാങ്ഷെയർ ക്രിക്കറ്റ് ബോർഡിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറും ക്രിക്കറ്റ് കോച്ചുമാണ്. സമീക്ഷ UK എന്ന ഇടതുപക്ഷ പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. ജൂലൈ 15-ാം തീയതി നടക്കുന്ന BAM കോളേജ് ഗ്ലോബൽ അലുമിനായി മീറ്റിംഗിന് എന്റെ എല്ലാവിധ ഭാവമംഗളങ്ങളും നേരുന്നു. താങ്ക് യു.